വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കൊല്ലത്ത് നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത എത്തുന്നത്. കൊല്ലം അയത്തിൽ ഉയരപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ സ്ലാബ് റോഡിലേക്ക് പതിച്ചു. 30 അടി മുകളിൽ നിന്നും 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബാണ് ഇത്തരത്തിൽ റോഡിലേക്ക് വീണിരിക്കുന്നത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പാത കൂടിയാണ്. ഈ ഒരു പാതയിലേക്കാണ് ഏകദേശം 30 അടി മുകളിൽ നിന്നും 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബ് വീണിരിക്കുന്നത്. രാത്രിയായതിനാലും വാഹനങ്ങളുടെ തിരക്ക് കുറവായതിനാലും വലിയൊരു അപകടമാണ് കൊല്ലത്ത് ഒഴിവായിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ ക്രെയിനും മറ്റു സംവിധാനങ്ങളും എത്തി സ്ഥലത്തെത്തി സ്ലാബൊക്കെ മാറ്റിയിട്ടുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പം ഇതായാണ് വലിയ അപകടമായാണ്. കൊല്ലം അയത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത എത്തുന്നത്. അയത്തിൽ ഉയരപ്പാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ സ്ലാബ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. 30 അടി മുകളിൽ നിന്നുമാണ് 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ളൊരു സ്ലാബ് റോഡിലേക്ക് വീണിരിക്കുന്നത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്തെ സ്ലാബാണ് പതിച്ചതെന്നാണ് ഇതിലെ ഏറ്റവും പ്രത്യേകത. നിർമ്മാണത്തിലുള്ള അപാകത തന്നെയാണ് ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്. 30 അടി മുകളിൽ നിന്നും 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബ് റോഡിലേക്ക് വീണാൽ വലിയൊരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും രാത്രി ആയതുകൊണ്ടും വാഹനങ്ങളുടെ തിരക്ക് അധികം ഇല്ലാതുകൊണ്ടും വലിയൊരു അപകടമാണ് ഒഴിവായത്. ഒരുപക്ഷെ ഒരു പകൽ സമയമാണെങ്കിലോ അല്ലെങ്കിൽ തിരക്കേറിയ സമയമൊക്കെ ആണെങ്കിൽ വലിയൊരു അപകടം തന്നെ അവിടെ ഉണ്ടായേനെ. സംഭവത്തിന് പിന്നാലെ ക്രെയിനും മറ്റു സംവിധാനങ്ങളും ഒക്കെ എത്തി സ്ഥലത്തെത്തി സ്ലാബൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആർക്കും തന്നെ പരിക്കുകളോ മറ്റു അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. കൊല്ലത്താണ് ഇങ്ങനെയൊരു വാർത്ത എത്തുന്നത്. കൊല്ലം മയത്തിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഉയരപ്പാത ഭാഗത്തെ ഒരു സ്ലാബ് റോഡിലേക്ക് പതിച്ചിരിക്കുന്നത്. 2 ടണ്ണിന് മുകളിലാണ് ഭാരം ഈ സ്ലാബിൻ്റെ. 30 അടി മുകളിൽ നിന്നും 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബാണ് ഇത്തരത്തിൽ റോഡിലേക്ക് വീണിരിക്കുന്നത്. ധാരാളം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ഒരു പാത കൂടിയാണിത്. രാത്രി ആയതുകൊണ്ടാണ് വലിയൊരു അപകടം തന്നെ ഒഴിവായത്. ഒരുപക്ഷെ പകലായിരുന്നെങ്കിൽ ഈ 2 ടണ്ണിന് മുകളിൽ ഭാരമുള്ള സ്ലാബ് വീണാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കാനുള്ള ഒരു വലിയൊരു അപകടത്തിനുള്ള സാധ്യത തന്നെ ഇതിലുണ്ട്. രാത്രിയായതിനാലും വാഹനങ്ങളുടെ തിരക്ക് കുറവായതിനാലും വലിയ ഒരു അപകടം തന്നെയാണ് എന്തായാലും ഒഴിവായിരിക്കുന്നത്. ഇപ്പോൾ ക്രെയിനും മറ്റു സംവിധാനങ്ങളും ഒക്കെ എത്തി സ്ലാബ് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയൊരു അപകടമാണ് എന്തായാലും ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ക്രെയിനും മറ്റു സംവിധാനങ്ങളും ഒക്കെ എത്തി സ്ലാബൊക്കെ മാറ്റിയിട്ടുണ്ട്.